ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും, പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. പലതരത്തിൽ തകർന്നവരൊരു ലിസ്റ്റ് ആദ്യം പറയുക. പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, പലതരത്തിലെ രോഗപീഠകളിലുള്ളവർ, അവരൊക്കെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നവരൊക്കെ ഈശോ സൗഖ്യപ്പെടുത്തി. വലിയ വലിയ അസ്വസ്ഥതയിലും ഞെരുക്കുകളും കഴിഞ്ഞവർ ഈശോയുടെ അടുത്ത് വന്നിട്ട് സൗഖ്യവും വിടുതലും പ്രാപിക്കുക. നീ ആശ്രയം വെച്ചിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുക. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും, എന്ത് അനർത്ഥങ്ങളും, ഏത് തരത്തിലുള്ള പിടിമുറുക്കത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും, ബന്ധനാവസ്ഥയിലാണ് കഴിയുന്നതെങ്കിലും, ക്രിസ്തു നിങ്ങളെ മോചിപ്പിക്കും. ക്രിസ്തു നിങ്ങൾക്ക് വിടുതലും സൗഖ്യവും തരും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ ഒരു ഈശോയാ നിൻ്റെ ജീവിതത്തിലുള്ളത്. ഇന്ന ദിവസം ഈ ഈശോയിലേക്ക് നിൻ്റെ ജീവിതത്തിൽ ഒന്ന് കൊടുക്കാവോ, നിൻ്റെ പ്രതിസന്ധികളൊന്ന് കൊടുക്കാവോ, നിൻ്റെ ഞെരുക്കങ്ങളൊന്ന് കൊടുക്കാവോ. കൊടുത്തിട്ടൊന്ന് പറയാം, കർത്താവേ, ഇതിൻ്റെ മേലെ നിനക്ക് അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആരെ നീ തള്ളിക്കളഞ്ഞിട്ടില്ല, ആ ബോധ്യത്തോടു കൂടി ഒന്ന് വിട്ടുകൊടുക്കാവോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും വിടുതലും സൗഖ്യം കിട്ടുന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. മറ്റാരിലും ആശ്രയിക്കാതെ നിന്നിൽ മാത്രം ആശ്രയിക്കുവാൻ ഈ വ്യക്തിക്ക് ഇടവരട്ടെ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകള്, നന്മകള്, സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധി